കോഴിക്കോട് ബീച്ച്. പിന്നെ നല്ലൊരു ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ട് ഉണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ സ്പോട്ട് ഏതാന്നല്ല ഞങ്ങൾ കറക്റ്റ് ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ ഞങ്ങളിപ്പോ സ്റ്റാർട്ട് ചെയ്യാണ്. ഓൾ ദ ബെസ്റ്റ്. ഈ റോഡ് നമ്മുടെ കോഴിക്കോടേക്കുള്ള ഹൈവേ ആണ് കേട്ടോ. റോഡ് പണിയെല്ലാം കഴിഞ്ഞ് നല്ല സ്മൂത്ത് റോഡാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ കുറ്റിപ്പുറം പാലാണ് കേട്ടോ. പാലത്തിൻ്റെ അടിയിൽ കൂടെയാണ് നമ്മുടെ ഭാരതപ്പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ. നല്ല മഴയായിട്ട് നല്ല തണുപ്പായിട്ട് ഇപ്പോഴൊക്കെ നല്ല ലോങ് ഡ്രൈവ് പോകാൻ സൂപ്പറാണ്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ കോഴിക്കോടേക്ക് ഒരു ട്രിപ്പ് അടിക്കാമെന്ന് വിചാരിച്ചത്. ഈ കാണുന്നതാണ് നമ്മുടെ കുറ്റിപ്പുറം പഴയ പാലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോണത് നമ്മളെ രണ്ടത്താണിയില്ലേ, രണ്ടത്താണിയിൽ കുറച്ച് നാടിബലം കിട്ടുമെന്ന് അറിഞ്ഞു കേട്ടു. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി പോവുകയാണ്. ആഷിക ഒരുപാട് കാലമായി നാടിബലം കഴിക്കണം, അത് വാങ്ങിക്കാൻ രണ്ടത്താണിയിൽ പോകണം എന്ന് പറയുന്നത്. എന്താണ് ഇതിൻ്റെ ഗുണം, എന്താണ് ഇതിൻ്റെ ടേസ്റ്റ് എന്നൊന്നും അറിഞ്ഞിട്ടില്ല. ഇൻസ്റ്റഗ്രാമിലൊരു വീഡിയോ കണ്ട് അത് കണ്ടപ്പോൾ അത് കഴിക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് പോണതാണ്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ സ്പോട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ കോഴിക്കോടേക്ക് പോണ റോട്ടിൽ രണ്ടത്താണി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ലൈഫ് ലൈൻ എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റിൻ്റെ നിയർ ആയിട്ട് തന്നെയാണ് വരുന്നത്. അവിടേക്ക് നമ്മൾ ഈ റോഡിൻ്റെ സൈഡിൽ കണ്ട് ഇറങ്ങുമ്പോൾ തന്നെ റെഡ് കളറിൽ ബോർഡുണ്ട്. നല്ല വലുതാക്കി തന്നെ നാഡീബലം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെയാണ് നമുക്ക് നാഡീബലം കിട്ടുന്നത് കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഒരുപാട് പേര് നാഡീബലത്തിനായിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു കേട്ടോ. നമുക്ക് സാമ്പിളൊക്കെ കഴിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. രണ്ട് രീതിയിൽ ഇവർ പാക്ക് ചെയ്ത് തരും. ഒന്ന് നമുക്ക് വീട്ടിലിരുന്ന് കഴിക്കാനായിട്ട് ഇതുപോലെ സ്മോൾ പാക്കറ്റിലാക്കി തരും. ഇനി ഗൾഫിലോട്ട് കൊണ്ടുപോകാനാണെന്നുണ്ടെങ്കിൽ അതുപോലെ നല്ല സെക്യൂർഡ് ആയിട്ടുള്ള പാക്കിങ്ങോട് കൂടിയിട്ട് നമുക്ക് തരും കേട്ടോ. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വരുന്നത് ശർക്കര, ഉള്ളി, തേങ്ങ, ഇത് മൂന്നും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയിട്ട് നമുക്കിതുപോലെ പീസാക്കി മുറിച്ച് തരികയാണ് കേട്ടോ. ഞങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഗൾഫിക്ക് കൊണ്ടുപോകാനും അതേപോലെ തന്നെ വീട്ടിലിരുന്ന് കഴിക്കാനും കുറച്ച് വായിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എവിടേക്കാണെന്നുള്ളത് നമുക്ക് ആഷിക്കാനോട് നമ്മളിപ്പോൾ പോണത് ആക്ടർ, ഡയറക്ടർ, സിംഗർ വിനീത് ശ്രീനിവാസൻ്റെ ഫേവറേറ്റ് ബിരിയാണി സ്പോട്ടായ റഹ്മത്തിലെ ബീഫ് ബിരിയാണി കഴിക്കാൻ. ഫൈനലി അന്വേഷിച്ച് പിടിച്ച് നമ്മൾ റഹ്മത്ത് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. പാർക്കിംഗ് വരുന്നത് 100 മീറ്റർ വാക്കിംഗ് ഡിസ്റ്റൻസിലാണ് കേട്ടോ. പക്ഷേ നടന്നു വരേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് അവർ ഓട്ടോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അമോദി കുറേ കാലമായി ഓട്ടോറിക്ഷയിൽ കയറണമെന്ന് പറഞ്ഞിട്ട് അതങ്ങ് സാധിപ്പിച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ റഹ്മത്ത് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഫേമസ് ഹോട്ടലും അതേപോലെ ഫേമസ് ബിരിയാണി ആയതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾക്കൊരു ടേബിൾ കിട്ടിയത്. ടേബിൾ കിട്ടിയൊക്കെ തന്നെ നമുക്ക് ഓർഡർ പെട്ടെന്ന് തന്നെ കൊടുത്തു കേട്ടോ. പെട്ടെന്ന് തന്നെ ഫുഡ് വരികയും ചെയ്തു. ഞങ്ങൾ 2 ബീഫ് ബിരിയാണിയും 2 ചിക്കൻ ബിരിയാണിയും 1 ചിക്കൻ 65 1 കാടയുമാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഇനി ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ആഷിക്കാട് തന്നെ ചോദിക്കാം. നല്ല റൈസ്, കറക്റ്റ് വേവ്, പിന്നെന്താ പറയുക, ഒരുപാട് ഉള്ളി വെട്ടിയിട്ട് കൊളാക്കിയിട്ടുണ്ട്. അൽഹംദുലില്ലാ ഞങ്ങളുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നത് മിഠായി തെരുവിലോട്ടാണ് കേട്ടോ. ഇവിടെ ഡ്രസ്സിനും ചെരുപ്പിനൊക്കെ നല്ല റേറ്റ് കുറവിന് കിട്ടും എന്ന് പറഞ്ഞ് കേട്ടിട്ട് വന്നതാണ്. നമുക്ക് നോക്കാം എത്ര പോലെ റേറ്റ് വ്യത്യാസം ഉണ്ടെന്നുള്ളത്. ചാവക്കാടിനെ വെച്ച് അപേക്ഷിക്കുമ്പോൾ ഒരുപാട് റേറ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ. ഞങ്ങൾ 2 ജോഡി ഡ്രസ്സ് കൊടുത്തു, ഉമ്മാക്ക് ചെരുപ്പും മോനക്ക് ഡ്രസ്സ് വരെ എടുത്തു. നല്ല റേറ്റ് വ്യത്യാസം ഉണ്ട്. അപ്പോൾ കോഴിക്കോട് വരുന്നവർ മിഠായി തെരുവ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട. ഫൈനൽ ഡെസ്റ്റിനേഷൻ കോഴിക്കോട് ബീച്ചാണ് കേട്ടോ. ഞാൻ ഇതുവരെ കോഴിക്കോട് ബീച്ചിലോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാത്രി ആയെങ്കിൽ കൂടി കോഴിക്കോട് വരെ വന്നതല്ലേ, അപ്പോൾ ബീച്ചിലോട്ട് ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ നേരത്തുകൊണ്ട് വന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത ആയിട്ട് തോന്നിയത് ഒരു പാത്ത് വേയും അപ്പുറത്തെ സൈഡ് ബീച്ചുമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പാത്ത് വേയിൽ ഒരു ഡിസ്ക്ലെയിം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് റാറ്റ്സ് ഉണ്ട്, നമ്മുടെ കാലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഓടി നടക്കുമായിരുന്നു. അപ്പോൾ പിള്ളേരായിട്ട് വരുന്നവർ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഓർഡർ ചെയ്തത് അനുവിൻ്റെ ഫേവറേറ്റ് കാടമുട്ട ഫ്രൈ ആണ്. ലീനമോൾക്ക് ദേഷ്യം പിടിച്ചിട്ടിരിക്കുന്നത് അനുവിനെ കൊതിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഫോൺ ചെയ്തപ്പോൾ ആൾ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ദേഷ്യമാണ് കേട്ടോ. അമ്മൂതി ഉപ്പപ്പാനെ കൊണ്ട് ടോയ്സൊക്കെ വാങ്ങിച്ചിട്ട് മണ്ണിലുള്ള കളി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളൊന്ന് വാട്ടർമെലൺ ഉപ്പിലിട്ടതൊന്ന് ടേസ്റ്റ് നോക്കി. അതേപോലെ ഐശ്വര്യതി നമ്മൾ ഷുഗറി ടൈപ്പല്ല കഴിച്ചിട്ടുള്ളത്, ഇത് സാൾട്ടി ടൈപ്പ് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വാങ്ങിച്ചതാണ്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് കഴിക്കാമെന്ന് മാത്രം. ഇതിലിടുന്നത് ഐശ്വര്യതേതും അതിൽ ബീട്രൂട്ട് ഉപ്പിലിട്ടതും അതേപോലെ മാങ്ങ ഉപ്പിലിട്ടതുമാണ് അവർ ട്രൈ ചെയ്യാൻ തന്നത്. അപ്പോൾ ലീനാണ് അത് ഫുള്ള് കഴിച്ചത്, കാരണം എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. ബൈ.